അതെ, അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ നിന്ന് പിന്നീട് വന്ന് ഇപ്പൊ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ ഫാൻസ് അസോസിയേഷൻ നിലവിൽ പ്രസക്തി ഉണ്ടോ എന്ന് നല്ല സിനിമ ഇത് വളർത്തും, അത്രേ ഉള്ളൂ. കണ്ടന്റ് നല്ലതാണെങ്കിൽ ഇത് ചെയ്യും. ഇപ്പൊ ഇവര് പറയുന്നത് പറഞ്ഞാൽ ഫാൻസിനെ ആഘോഷമാക്കാൻ വെളുപ്പിനെ 6 മണിക്ക് ചെയ്യുന്ന ഒരു പ്രക്രിയയെ പറ്റിയുള്ള സംഭവമല്ല. അതുകൊണ്ട് സിനിമ ഓടുന്നുണ്ടോ? ഈ ഒരൊറ്റ ഷോ കൊണ്ട് സിനിമ ഓടുന്നില്ലല്ലോ. സിനിമ നല്ലതാണെങ്കിലും നമ്മളിവിടെ പറഞ്ഞത് സിനിമ നല്ലതാണ്. ആഘോഷങ്ങളെല്ലാം ഫാൻസ് കയറുന്ന ഷോയ്ക്കാണ്. സിനിമയുടെ കണ്ടന്റ് നല്ലതാണെങ്കിൽ മാത്രമേ ഈ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു ഷോയുടെ പറഞ്ഞു സല്ലേ. ഫാൻസ് എന്ന് പറയുന്നത് അതൊരു എന്താ പറയാ, ഒരു വാർഡ് കമ്മിറ്റി പോലെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ. ഈ ഫാൻസ് എന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്താണ്? ഫാൻസ് ഏത് തരത്തിലുണ്ട് എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഒരാളെ അഡ്മയർ ചെയ്യും, ആ ആളെ സപ്പോർട്ട് ചെയ്യുന്നവരെയാണ് ഫാൻസ് എന്ന് വിളിക്കുന്നത്. ഫാൻസ് പലതരത്തിലും, നിങ്ങൾ മനസ്സിലാക്കുക, ഫാൻസ് മനസ്സിലാക്കിക്കൊള്ളുക. ഫാൻസ് പലതരത്തിലുണ്ട്. ഒന്ന് എന്താണ്, ഈ ഡൈങ് ഹാർഡ് ഫാൻസ് എന്നൊരു ഫാൻസ് ഉണ്ട്. അതായത് അന്ധമായി ഒരു നടൻ എന്ത് ചെയ്താലും ആ ആൾ മരിച്ചാൽ ആ ആളുടെ കൂടെ തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്, കേരളത്തിൽ അത് വളരെ അപൂർവമാണ്. 2 പിന്നെയുള്ളത് കാഷ്വൽ ഫാൻസ് ആണ്. എന്താണ് കാഷ്വൽ ഫാൻസ്? ഈ നടൻ, നമ്മൾ ആരെയാണോ ആരാധിക്കുന്നത് ആ ആരാധിക്കുന്ന വ്യക്തിയുടെ എല്ലാ എന്താ പറയുക, അദ്ദേഹം ഏത് പ്രോഗ്രാമിൽ പങ്കെടുത്തു, ഏത് ഈവൻറ്റ്സ് ഉണ്ട്, എന്തൊക്കെ അദ്ദേഹം എവിടെയൊക്കെ പോകണം അവിടെയൊക്കെ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കാഷ്വൽ ഫാൻസ് എന്ന് പറയുന്നത്. പക്ഷേ സൂപ്പർ ഫാൻസ് ഉണ്ട്. നിങ്ങളല്ല സൂപ്പർ ഫാൻസാ. എങ്ങനെ സൂപ്പർ ഫാൻസ് പറയാമോ? ഇദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും, തെറ്റ് ചെയ്താലും നന്മ ചെയ്താലും അന്ധമായി ബ്ലൈൻഡായിട്ട് ഒരാളെ, ആ ആളുടെ ക്രിയേറ്റിവിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിൽ സ്വാധീനിക്കപ്പെടുമ്പോൾ ഈ ആൾക്ക് വേണ്ടി എന്തും അന്ധമായി ചെയ്യുന്ന ഫാന് ഞാൻ പറയട്ടെ, അതാണ് സൂപ്പർ. 2 ശാന്തിവിള പറഞ്ഞാൽ ഞാൻ തൽക്കാലം എതിർക്കുകയാണ്. ശാന്തിവിളയോട് ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ശാന്തിവിള 2010 മുമ്പ് ഇവിടെ ഫാൻസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടമത്സരം ഉണ്ടായിരുന്നു, സത്യം. എന്നാൽ ഇന്ന് 2026 മുതലേ ഇല്ലാത്തതിന്റെ പ്രധാന കാരണം എന്താണ്? ഇഷ്ടം പോലെ പടങ്ങൾ, ആവശ്യത്തിന് സ്പേസ് എല്ലാ നടന്മാർക്കുമുണ്ട്. 2 കേരളത്തിലെ ഫാൻസിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലെ ഫാൻസിന് മാത്രമുള്ള പ്രത്യേകതയാണ്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ദർശിച്ചാൽ ഇവർ ഒരിക്കലും ഒരു നടനെ താക്കാൻ വേണ്ടി ഇവർക്കൊരു യോജിപ്പുണ്ട്. ഒരിക്കലും ഒരു നടനെ മോശമാക്കാൻ വേണ്ടി ഇവർ പോയി കൂകുന്ന സമ്പ്രദായം 2010 മുമ്പുണ്ടായിരുന്നു. ഇപ്പോഴില്ല. കേരളത്തിലെ ഫാൻസ് യാഥാർത്ഥ്യമാണ്. അവരെ വെട്ടുക്കിളി എന്ന് വിളിക്കുന്നവരോട് എനിക്ക് പുച്ഛം തന്നെയാണ്. കാരണം ഇവർ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളില്ലേ, ഇവർ വീട് വെച്ചു കൊടുക്കുന്നുണ്ട്, മമ്മൂക്ക ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ എല്ലാ ഫാൻസും ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലേക്കൊന്നും ആർക്കും പോകേണ്ട കാര്യം. മോഹൻലാൽ ഫാൻസ് വരാത്തതിന്റെ കാരണം എന്താണെന്നറിയില്ല. സെൻട്രൽ സെക്രട്ടറി പെർമിഷൻ കിട്ടില്ല. അത് പെർമിഷൻ കിട്ടാത്ത എന്തുകൊണ്ടായിരിക്കും? അവർക്ക് ചിലപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതികമായ പ്രശ്നങ്ങൾ, അത് വരുമ്പോ അവർ അനുവദിച്ചോ ഇല്ലയോ നമ്മുടെ പ്രശ്നമല്ല. ശാന്തിവിള കേട്ടോ, ശാന്തിവിള ഈ രാത്രി 3 മണിക്ക്, രാത്രി 1 മണിക്ക് സിനിമ ഇറങ്ങുമ്പോൾ മമ്മൂട്ടിയുടെ ആയാലും മോഹൻലാലിന്റെ ആയാലും അല്ലെങ്കിൽ സൂര്യയുടെ പടം ആയിരുന്നിരിക്കട്ടെ, അത് ഫാൻസിന് വേണ്ടി മാത്രമുള്ള ഷോയാണ്. ഞാൻ ഡിസ്പ്ലേ എക്സിക്യൂട്ടീവ് ഇരിക്കുന്ന ഒരാളാണ്. ആ ഷോയ്ക്ക് ഭാര്യയായിട്ട് പോകുമ്പം നിങ്ങൾ ഇവരെ കുറ്റം നിങ്ങൾക്കറിയാം അവിടെ സംഭവിക്കാൻ പോകുന്ന ആനയ്ക്ക. നമ്മളൊരു അമ്പലത്തിൽ ഉത്സവത്തിന് പോകുമ്പം അവിടെ ആനയുണ്ടെന്ന കാര്യം നിങ്ങൾക്കറിയാം, നെറ്റിപ്പട്ടം കെട്ടിയ ആന. അപ്പൊ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പോയി ഇത് പറഞ്ഞിട്ട് അവിടെ കടലാസ് എന്ന ദേഹത്ത് വീടുന്നു. നിങ്ങൾക്ക് അല്ലാത്ത ഷോയ്ക്ക് പോകാമല്ലോ. ഫാൻസിന്റെ ഷോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു പ്രാവശ്യം കാണത്തുള്ളൂ. അപ്പൊ ഈ മനപൂർവ്വം ഫാൻസിനെ ഇടിച്ചു താഴ്ക്കാൻ വേണ്ടി ശാന്തിവിള പറഞ്ഞ ഈ ഒരു ഷോ സച്ചിനാദ്യമായിട്ട് കഥ അറിയാതെ ആട്ടം കാണും. ഞാൻ ഒരിക്കലും ഫാൻസിന്റെ ടിക്കറ്റിലല്ല സിനിമ കാണാൻ പോകുന്നത്. സ്വന്തം കാശ് കൊടുത്താണ് നിൽക്കണം. ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. ടിക്കറ്റ് എടുക്കുന്ന ദിവസം പച്ച നുണയാ. ഫാൻസിന്റെ പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്. റിയാസ് ബബ്ബ വന്ന ദിവസം എന്തുകൊണ്ടെന്നറിയില്ല, പതിവില്ലാതെ എന്നോട് ഭാര്യ പറഞ്ഞു എനിക്ക് ബബ്ബ ആദ്യ ദിവസം കാണണം. ഞാൻ റിയാസിനെ വിളിച്ചു. റിയാസ് എവിടെയൊക്കെ വിളിച്ചിട്ടുണ്ടോ പറഞ്ഞു, ചേട്ടാ ടിക്കറ്റ് ഒരിടത്തും ഇല്ല. അപ്പൊ ഞാനിപ്പോ താമസിക്കുന്ന തിട്ടമംഗലത്തിനടുത്താണ് പേയാട്. അവിടുത്തെ മാനേജറെ ഞാൻ വിളിച്ചു. അയാൾ പറഞ്ഞു ചേട്ടാ വന്നാൽ മതി, രാത്രി 12 മണിക്കുള്ള ഷോയാണ്. ഞാൻ 12 മണിക്കുള്ള ഷോയ്ക്ക് പോയി ഭാര്യയായിട്ട്. ഞങ്ങൾ സിനിമ കാണാൻ തുടങ്ങി. ടൈറ്റിൽ കഴിഞ്ഞപ്പോൾ എൻ്റെ മോന്തയിൽ ഒരു കുട്ട ലോട്ടറി. ആ ഷോ തന്നെ കാണണമെന്ന് നിർബന്ധം പിടിച്ചോണ്ടല്ലേ? അത് ഞാനാ തീരുമാനിക്കണോ? ഏത് ഷോ കാണണമെന്ന് ഞാനാ തീരുമാനിക്കണം, നിങ്ങളല്ല തീരുമാനിക്കണം. ഞാൻ ചോദിക്കട്ടെ,
കള്ളുഷാപ്പ് കള്ളുഷാപ്പിൽ തിയേറ്റർ. ചെന്നിട്ട് വേദോസം വായിച്ച് എന്ത് വിവരക്കേടാ ഇയാൾ പറയണേ? ഫാൻസിന് ചോദിക്കുന്നത് അവിടെ അവർ അർമാദിക്കാൻ പാടില്ല, അവർ സന്തോഷിക്കാൻ പാടില്ല. You are totally wrong. ഏയ്, ഒരു second, You are totally wrong. അല്ലല്ല, അതിന് മറുപടി ഞാൻ പറയാം. ഇദ്ദേഹം തിയേറ്റർ മുതലാളിയിലൊക്കെ നേതാവാണല്ലോ. ഒരാള് അല്ലല്ല, പറയട്ടെ. ഇദ്ദേഹം വലിയ മുതലാളിയാണ്. അജി. മുതലാളി ഒരു കാര്യം ചെയ്യ്. ഒന്ന് പറയട്ടെ. നിങ്ങൾ ഒരു പടം റിലീസ് ചെയ്യുമ്പോ 5 ദിവസം ആളുകൾക്ക് കാണാൻ കൊടുക്കില്ല എന്ന് നിങ്ങളൊരു നിയമം കൊണ്ടുപോവാ. 2 ദിവസമായിരിക്കും ഫാൻസ് വരുന്നത്. നാലാമത്തെ ദിവസം ഇല്ല. പോവുകയാണ്. ഒരു ഷോ ഉള്ളൂ, ഒറ്റ ഷോ. ഫാൻസ് ഇല്ല. ഒറ്റ ഷോ. ഞങ്ങളെ ഫാൻസേ കേരളത്തിലുള്ളൂ. നിങ്ങളെന്ത് വിവരക്കേടാ ഹേ? നിങ്ങളെന്ത് വിവരക്കേടാ? ഒരു പ്രൊഡ്യൂസർ എന്നാ പറയണേ. സുഹൃത്തെ, ഒരു ഒരു second. ഒറ്റ മിനിറ്റ് ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഒരു സിനിമയ്ക്കും ഫാൻസിന് ഒരു ദിവസത്തേക്കുള്ള ഒരു സിനിമ കൂട്ടാൻ പറ്റില്ല. 2-ാം ദിവസം അല്ല, ഫാൻസ് ഇല്ല. അതാണ് പ്രശ്നം. അതാ യാഥാർത്ഥ്യം. ഞാൻ- നിങ്ങൾ you are wrong. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.